ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുലാലംപൂരിലാണ്. എൻ്റെ ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് തന്നെ പറയാം. കുലാലംപൂരിലുള്ള KL ടവറിൻ്റെ മുമ്പിലാണ്. ഏകദേശം 421 മീറ്റർ പൊക്കം, അതായത് 1381 അടി ഉയരമുള്ള ഒരു ഗോപുരമാണ് ഈ നിൽക്കുന്നത്, KL ടവർ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു റിവോൾവിങ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, പിന്നെ ഒരു ഒബ്സർവേഷൻ ഡെക്കൊക്കെ ഉണ്ട്. ആ ഡെക്കിൽ നമുക്ക് കയറാൻ പറ്റും. അതിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ലിഫ്റ്റ് വഴിയാണ് കയറി പോകേണ്ടത്. നമ്മൾ ബുർജ് ഖലീഫ കയറിയ പോലെ തന്നെയാണ്. ഇന്നിവിടെ നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് അവധി ദിവസം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിരക്കുള്ള ദിവസമാണ്. ഇത് ലോകത്തെ തന്നെ ഗോപുരങ്ങളിൽ 7ാം സ്ഥാനത്തുള്ളൊരു ഗോപുരമാണിത്. കാണുന്നതാണ് മെർദേക്ക 118. അനന്തർ അടുത്തൊരു വലിയ കെട്ടിടമാണത്. അത് മെർദേക്ക 118. മെർദേക്ക 118. അതാ ഞങ്ങളെ ഗൈഡ് പറഞ്ഞായിരുന്നല്ലേ, മെർദേക്ക 118. ബേസ്മെന്റിലെത്തിയിരിക്കുകയാണ്. കറങ്ങി ആൾക്കാരെ ക്യൂണ്ട്. ഇത് താഴോട്ടൊക്കെ പോകണം. താഴെ പോയിട്ടാണ് ഈ ഒരു ഫാനൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് താഴെയുണ്ട്, മേളിലുണ്ട്. ഏറ്റവും മേളിലുണ്ട്. ഇതിനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റിലേക്കുള്ള ക്യൂവിലാണ് ഞങ്ങൾ. ഇനി എത്ര ക്യൂ ഉണ്ടെന്ന് അറിയത്തില്ല. ഇല്ല, ബുർജ് ഖലീഫയിലാണെങ്കിൽ ഒരു മണിക്കൂർ ഇങ്ങനെ കറങ്ങി പോയായിരുന്നു. കണക്കുണ്ടാവോ എന്നറിയത്തില്ല. ലിഫ്റ്റൊക്കെ ഇറങ്ങി ഒബ്സർവേഷൻ ഡെക്കിലോട്ട് പോവുകയാണ്. അതിന് TH05 എന്നാണ് ഒബ്സർവേഷൻ ഡെക്കിൻ്റെ പേര്. വിശാലമായ ആകാശത്തിലേക്ക് കയറിയാണ്. ഇവിടെ മഴയൊക്കെ പെയ്യും. By around take photo is no charges. What is the class box? I can buy. ഒരു ആകാശ ദൃശ്യം കാണാൻ പറ്റും. സ്കൈ ബോക്സ് 1 കയറണമെങ്കിൽ പൈസ കൊടുക്കണം. അവിടെ കയറി ഫോട്ടോ എടുക്കാം. ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതുണ്ട്. അവിടെ ആൾക്കാരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് കയറി ഫോട്ടോ എടുക്കാം. അതിൻ്റെ മേളിൽ നിന്നുള്ള ദൃശ്യമാണ്. ബോക്സ് ഉണ്ട്, ബോക്സ് നമ്പർ 2. ഇവിടെയും പൈസ കൊടുത്താൽ നമുക്ക് ഒരാൾക്ക് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ 45 സെക്കൻഡ് നേരത്തേക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. മെട്രോ ആണ്, ലൈറ്റ് മെട്രോ. ഇതാണ് മെർദേക്ക 118 എന്നുള്ള ബിൽഡിംഗ്. ഇതിൻ്റെ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നമുക്ക് കയറി കിടക്കാം. അതിന് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം കറങ്ങി മൊത്തം കാണാം. ത്രീ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരാം.
കാഴ്ചകളൊക്കെ കണ്ട് 360 ഡിഗ്രി ചുറ്റി വന്നിരിക്കുകയാണ്. സാധാരണ 360 ഡിഗ്രി ചുറ്റാനായിട്ട് പറ്റാറില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഇത് ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് വരാം. ഇത്രയേ ഉള്ളൂ KL ടവറിലെ കാഴ്ചകൾ. ലോകത്തിലെ തന്നെ ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ 7ാം സ്ഥാനത്തുള്ള കെട്ടിടമാണ് KL ടവർ. TH-05 നിന്ന് TH-01 എന്നുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്ക് എത്തി. ഇതിലെ കൂടെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റും കെട്ടിടങ്ങളൊക്കെ. ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ്. റെസ്റ്റോറൻറ്റ് ഇവിടെ അല്ല. ഇവിടെ കയറി നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമോ. റൗണ്ട് അടിച്ചിട്ട് വരാം. ഇവിടേക്ക് ഇരിക്കാനേ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. കണ്ണാടിയൊക്കെ ഉരിയിട്ട് നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. ഗ്ലാസ് ഇട്ട് മറിച്ചേക്കുന്നത്. കാഴ്ച ഏറ്റവും മേളിൽ നിന്നുള്ള കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് അതിൽ നിന്ന് താഴെയാണ്. ഇങ്ങനെ കാണാം ഗ്ലാസ്സിൽ കൂടെ. പക്ഷേ അവിടെ ഗ്ലാസ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഗ്ലാസ്സൊക്കെ ഉണ്ട്. TH-01 ഇങ്ങനെ കടയിൽ കണ്ടോണ്ടിരിക്കുക. TH-01 ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് വരിക. ഇത് അടുത്ത് കാണാൻ പറ്റും കെട്ടിടങ്ങളൊക്കെ. KL ടവറിലെ കാഴ്ചകളൊക്കെ കണ്ട് കഴിയാറായി. താങ്ക് യു. കം അഗെയിൻ. ഇല്ല കൂടെ തിരിച്ചു പോകാം. റൗണ്ട് ചെയ്ത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്ന അറിയാൻ പറ്റത്തില്ല. കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ടീമൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞു. നമ്മൾ ഇനി റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ കൂടെ കയറാം.